മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് സംസ്ഥാന സർക്കാർ ഉറച്ചു നിന്നിരുന്നു. സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി അല്ലേ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറാണ് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. പരാതി നൽകാൻ താമസമുണ്ടായത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സുപ്രീം കോടതി. തുടർന്നാണ് ആശ്വാസമായി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ദയവായി തുടരൂ ബാലഗോപാൽ. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് ഈ കോടതി വിധിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം, സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായില്ല എങ്കിൽ അദ്ദേഹത്തിന് കീഴടങ്ങുക മാത്രമായിരുന്നു ഒരു മാർഗമായി ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ഏറ്റവും വലിയ പരമോന്നത കോടതിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇനി ഒളിവിൽ നിന്ന് പുറത്തു വരാം, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത്. അദ്ദേഹത്തിന് ഒളിവിൽ നിന്ന് പുറത്തു വരാം. അങ്ങനെ പുറത്തു വരികയാണെങ്കിൽ സിദ്ദിഖിന് ഈ അന്വേഷണവുമായി സഹകരിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഇനി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്തിരുന്ന, അതായത് റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഊന്നിയായിരുന്നു മുകുൾ റോത്തഗി തന്റെ ഈ സുപ്രീം കോടതിയിലെ വാദം ഉന്നയിച്ചിരുന്നത്. ഹൈക്കോടതിയിലേക്ക് ഈ പരാതിക്കാരിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരുന്നുവെങ്കിൽ സുപ്രീം കോടതിയിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലായിരുന്നു ഈ വാദം നിലനിന്നിരുന്നത്. ഒന്നാമതായി ഈ പരാതിയുടെ കാലതാമസം എന്തുകൊണ്ട് എന്നതായിരുന്നു. ഈ 8 വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഇതെന്ന് മുകുൾ റോത്തഗി പറഞ്ഞപ്പോൾ ഈ ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാരും ഈ അതിജീവിതയുടെ അഭിഭാഷകരോട് എന്തുകൊണ്ട് ഈ പരാതി നൽകാൻ കാലതാമസം ഉണ്ടായി എന്ന് ആവർത്തിച്ച് രണ്ട് തവണ ചോദിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കോടതി ഒരു ഘട്ടത്തിൽ AMMA എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി അല്ലേ ഈ ഹർജിക്കാരൻ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. ഫലത്തിൽ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന AMMയും WCCയും തമ്മിലുള്ള ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന AMMയും WCCയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് സിദ്ദിഖ് എന്ന വാദം കോടതി കണക്കിലെടുത്തു എന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. സംസ്ഥാന സർക്കാരും അതിജീവിതയും ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെടുകയാണ്. സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുകയും മറ്റേ ഉണ്ടായോ? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? അതെ, ഈ കേസിന്റെ സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിലാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ ഹർജി മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഹർജി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഈ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ആ സമയത്ത് സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി സിദ്ദിഖിന്റെ ഈ മുൻകൂർ ജാമ്യം സംബന്ധിച്ചുള്ള, അതായത് ആ ഹർജിയിൽ ഈ പരാതിക്കാർക്ക് നോട്ടീസ്, സംസ്ഥാനത്തിന് അതിജീവിതയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നോട്ടീസ് അടിസ്ഥാനത്തിൽ ഇനി കോടതിയിൽ തുടർവാദങ്ങൾ നടക്കുന്നതായിരിക്കും. ഈ കാലഘട്ടത്തിൽ മാത്രമാണ് ഈ മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവുണ്ടാകുക.